ചേച്ചിയുടെ പേര്? സതി. സ്ഥലം? കണ്ണൂര്. എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? എൻ്റെ വെയിറ്റ് കൂടുതലായിരുന്നു. എനിക്ക് 75 കിലോ വെയിറ്റ് ആയിരുന്നു. ഒരു 10-14 വർഷമായി എനിക്ക് ഇത് തുടങ്ങി എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡോക്ടറെ ഞാൻ കാണിച്ചു. അപ്പോൾ ഡോക്ടർ എനിക്ക് മെഡിസിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ആദ്യം തന്നത് 25 ഗുളികയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് കുറച്ചാൾ കഴിച്ചപ്പോൾ എനിക്കത് 50 തന്നു. അത് എനിക്ക് ഒട്ടും കുറയുന്നുണ്ടായില്ല ഈ തൈറോയിഡ്. അത് കഴിഞ്ഞ് അത് 75 തന്നു. അപ്പോഴും എനിക്കത് 13, പിന്നെ 9, 13 അങ്ങനെ ആ സ്റ്റേജിൽ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതിനെക്കാട്ട് കുറേ ഓരോ ബുദ്ധിമുട്ട് എനിക്ക് ഓരോന്ന് വരാൻ തുടങ്ങി. ആ സമയത്ത് ഈ വെയിറ്റ് അല്ലാണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഈ വെയിറ്റ് കൂടുമ്പോൾ എനിക്ക് കാല് വേദന, കൈവേദന, കാലിന് നീരൊക്കെ ഉണ്ടായി. അതിന് ഫുഡിന് എനിക്ക് കുറേ പ്രോബ്ലം ഉണ്ടായി. ഫുഡ് നമുക്കിപ്പോൾ ചില പച്ചക്കറിയൊന്നും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഗോതമ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് അറിയില്ല നമുക്ക്. ഗോതമ്പും ഇല്ലെങ്കിൽ കുറച്ച് പിന്നെ കോളിഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ചെറിയ വേറെ എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അതുപോലെ ചെറിയ മസാല ചെറിയ രീതിയിൽ കൂട്ടിയാൽ തന്നെ നമുക്ക് നെഞ്ചരിച്ചിൽ. അപ്പോൾ ഈ നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗമായിരിക്കും കൂടുതൽ വേദന വരുന്നിടത്ത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വല്ല അറ്റാക്കിൻ്റെ വല്ല പ്രോബ്ലം ആണെന്ന് വിചാരിച്ചിട്ട് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ അവിടെ എത്തിയിട്ട് അവർ നമുക്ക് പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെ കിടത്തി നമുക്ക് പെരിയാരം മെഡിക്കൽ കോളേജ് അടുത്താണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നത് ഇത് ഫുഡിൻ്റെ പ്രോബ്ലം ആണെന്നുള്ളത്, അല്ലാണ്ട് ഇത് അറ്റാക്കിൻ്റെ അല്ല. അപ്പോൾ ഈ തൈറോയിഡിൻ്റെ പ്രശ്നമാണെന്നോ ഇതൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. അതെ അതെ. ഈ ഭക്ഷണത്തിൽ നമുക്ക് ചില സമയത്തൊക്കെ മിക്ക സമയത്തും ഒരു മാങ്ങ കഴിക്കാൻ പറ്റില്ല, ചക്ക കഴിക്കാൻ പറ്റില്ല, ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഫുഡ് മുഴുവൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് കഴിക്കും. അത്യാവശ്യം അതെ, ഞാൻ എന്നിട്ട് ആശുപത്രി പോവുക. വേറെ എന്തൊക്കെയായിരുന്നു ശരീരത്തിന്? ശരീരത്തിന് എനിക്ക് ശരീരം മുഴുവൻ അങ്ങനെ തടിച്ചടിച്ച് പോകുമായിരുന്നു. ചുവന്ന് വരുമായിരുന്നു നമുക്ക്. അതുപോലെ അത് നല്ലോണം ഇങ്ങനെ ചൊറിഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. അത് ഇവിടെ ഒന്ന് ചൊറിഞ്ഞാൽ അപ്പുറത്ത് താഴേക്ക് വരും. അങ്ങനെ നമുക്ക് ശരീരം മൊത്തം വരുമായിരുന്നു. പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റില്ല. കഴിഞ്ഞ കുറച്ച് നമുക്ക് ഇതിന് അലർജിയാണ്. അപ്പോൾ അതിന് ഡോക്ടറെ അടുത്ത് പോവുക, അലർജിക്ക് എന്ന് പറഞ്ഞ്. അലർജിന്റെ ഗുളിക കഴിച്ചാലും ഇങ്ങനെ ഞാൻ ഇന്ന ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഈ അലർജിന്റെ ഗുളിക നമുക്ക് കൂടുതൽ ഡോസിലതാ തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പിന്നെ ഇന്ന് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ ഉച്ച വരെ കിടന്നുറങ്ങും. അത്രയും അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് എനിക്ക്. പിന്നെ അപ്പൊ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് ശരീരത്തിന് അനുഭവമുണ്ടായിരുന്നു. പിന്നെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മക്കളോടാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനോടാണെങ്കിലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അമ്മയോടാണെങ്കിലും. പിന്നെ ചെറിയ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് അപ്പം മുൻകോപമാണ്. എന്നുവെച്ചാല് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക്. അത് അവര് പറയുന്നത് ഞാൻ എൻ്റെതാ ശരിയെന്നോ എന്തോ നമുക്കത് തോന്നിച്ചാന്നോ എനിക്കറിയില്ല. അസുഖത്തിന്റെ പ്രോബ്ലം ആയിരിക്കാം ചിലപ്പം. അപ്പൊ ഇതൊന്നും എനിക്കറിയില്ല. അപ്പം ഇത് പറയുക, അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് സങ്കടം വന്ന് കുറെ കരയുക, ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്യുന്നത്. അതെ, മുഴുവൻ പ്രശ്നം തന്നെയായിരുന്നു. ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരുന്നു. മണിച്ച് നടക്കാനേ പറ്റില്ല, നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് അതിനുള്ള ഗുളിക കഴിക്കുക. അത് കഴിഞ്ഞ് ആ ക്ഷീണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മംഗലാപുരം KMC വരെ എത്തി. ഇങ്ങനെ ക്ഷീണം. അത് കഴിഞ്ഞിട്ട് എന്താണെന്നോ നമുക്കൊന്ന് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്തു. ബോഡി ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഈ തൈറോയിഡ് കൊണ്ട് എനിക്ക് എൻ്റെ ലിവറിനും കൂടി പ്രോബ്ലം ആണെന്നുള്ളത് ആണെന്ന് അറിയുന്നത്. ഞാനിങ്ങനെ എൻ്റെ ലിവറിനും കൂടി എനിക്ക് പ്രോബ്ലം വരുന്നുണ്ടോ. അപ്പൊ ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളതിനെ പറ്റി പറഞ്ഞപ്പോൾ ഇവരിങ്ങനെ എനിക്കൊരു ഡോക്ടർ ഉണ്ട്, നമുക്കൊന്ന് പോകാം, ഒന്ന് നമുക്ക് നോക്കാന്ന് പറഞ്ഞത്. അങ്ങനെ വന്ന് നോക്കിയിട്ട് അതെ, അങ്ങനെ വന്ന് നോക്കിയപ്പോഴേ എനിക്ക് നന്നായിട്ട് ഇപ്പൊ 2 മാസമായി ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഞാൻ പിന്നെ പറയുന്ന എല്ലാ അസുഖങ്ങളും എനിക്കിപ്പം പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടില്ല, ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. എൻ്റെ 75 കിലോ വെയിറ്റ് ഞാനിപ്പോൾ 58 കിലോയിൽ എത്തി നിൽക്കുകയാണ്. എനിക്ക് വെയിറ്റ് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ എന്ന് എനിക്ക് യാതൊരു കുഴപ്പവും എനിക്കില്ല. നന്നായിട്ട് പോകുന്നു. ഉറക്കം നന്നായിട്ടുണ്ട്. അന്ന് എനിക്ക് മുമ്പേ ഉറക്കം തീരെ ഇല്ലായിരുന്നു. രാത്രി ഇപ്പം ഒരുപാട് സമയം ഞാൻ വൈകിട്ട് ഉറങ്ങുന്നത്. എന്നുവെച്ചാൽ ഉറക്കം കിട്ടാറില്ല. ഇപ്പൊ നല്ല ഉറക്കാണ്.
ഇപ്പൊ വെച്ചാല് ഞാൻ കിടക്കുന്നതിന് മുമ്പേ ഞാൻ ഉറങ്ങി പോകുന്ന ശരി, രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും? ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും. വയറ്റിലെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഓ, വയറ് അറ്റാക്ക് വരുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. അന്ന് ഗോതമ്പ് കഴിക്കുമ്പോൾ ആ പ്രശ്നമല്ലായിരുന്നു, ഇപ്പോഴും ഗോതമ്പ് ഇപ്പൊ ഗോതമ്പ് കഴിച്ചാൽ എനക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. എന്തൊക്കെ ഗോതമ്പിന്റെ കഴിക്കണേ? ഗോതമ്പിന് എനക്ക് പുട്ട് കഴിക്കാൻ പറ്റും, ചപ്പാത്തി കഴിക്കാം, നുറുക്ക് ഗോതമ്പ് കഴിക്കാം, എല്ലാം കഴിക്കുന്നു, എല്ലാം കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. വെരി ഗുഡ്. ദേഷ്യ സങ്കടമൊക്കെ ദേഷ്യം സങ്കടമൊക്കെ പോയി, കുറഞ്ഞോ? എല്ലാം കുറഞ്ഞു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം ഇപ്പൊ എല്ലാവരോടും നല്ല ഇതായി. കുടുംബത്തിൽ സമാധാനമായി? സമാധാനം, സന്തോഷം. അല്ലെ, ആയിക്കോട്ടെ, എന്താ വേണ്ട അല്ലേ? ശരീരത്തിനും മനസ്സിനും മനസ്സിന് സന്തോഷമായി. സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു, ആ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് പറഞ്ഞു. ഓ